ഇൻഫോസിസിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ ഇൻഫോസിസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭയങ്കരമായ എക്സൈറ്റ്മെന്റിലാണ്. നാളെ സാറ്റർഡേ എല്ലാരും ഇൻഫോസിസിലെടുത്ത് ഹായ്, ഞാനിപ്പോൾ ഇലക്ട്രോണിക് സിറ്റി തന്നെയുള്ളത്. ഇലക്ട്രോണിക് സിറ്റിയിൽ വണ്ടി ജസ്റ്റ് സൈഡാക്കിയതാണ്. പിന്നെ ഞാനിവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ വന്നിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് എവിടെയെങ്കിലും ടെസ്റ്റ് പോകുമ്പം നമ്മൾ ഇതിലേക്കൂടെ ഇറങ്ങുന്നതും വരുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 12 years ആയി ഇലക്ട്രോണിക് സിറ്റി വന്നിട്ട്. 2010 നമ്മൾ വന്നത്. അപ്പോൾ ആ സമയത്ത് അന്നേരം തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു വലിയ കമ്പനി എന്ന് പറയുന്നത് ഈവൻ പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനി എന്നാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമുക്കൊന്നും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതെന്താ ഉള്ളിൽ സംഭവം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം ഇൻഫോസിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇവിടെ. നമ്മൾ ഇതിൻ്റെ മുന്നിലാണ് ഡെയിലി പോകും വരും ചെയ്യുന്നത്. അതിൻ്റെ ഗേറ്റ് പല സ്ഥലത്തും. ആദ്യം ഇവിടെ അതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ അവരൊരു ക്യാമ്പസ്, ഇൻഫീൻ്റെ ക്യാമ്പസ് ഇവിടെയാണുള്ളത്, ഇതിൻ്റെ കുറച്ചപ്പുറത്താണ്. അപ്പോൾ അത് കൂടാണ്ട് അവർ ഒരുപാട് സ്ഥലത്ത് അഗെയിൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് വേറെയും ബിൽഡിങ്ങിലെല്ലാം. അവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല, ഓരോ ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിവിടെ ഒരുപാട് വർഷമായിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇവിടുത്തെ എംപ്ലോയി ആയാലും ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ 1981 പിന്നെ പൂനെയിലാണ് ഇത് തുടങ്ങുന്നത്. പൂനെയിൽ തുടങ്ങിയിട്ട് 1983 ഇവിടെ ബാംഗ്ലൂരിൽ അവർ പിന്നെ അതിൻ്റെ കമ്പനീൻ്റെ പേരും എന്തോ മാറിയായിരുന്നു അന്നേരം. ഇൻഫോസിസ് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറും എന്തോ ടെക്നോളജി എന്തോ മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും 83 മുതൽ ബാംഗ്ലൂരിലുണ്ട് ഈ കമ്പനി. അപ്പോൾ അതിൽ പല മാറ്റങ്ങളും നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുകളിൽ പോകുമ്പോൾ കാണുന്നില്ലേ വലിയ റൗണ്ട് പോലത്തെ സംഭവങ്ങളും. അത് കൂടാണ്ടില്ല ഒരു കൂന പോലെ തന്നെ. അതൊക്കെ പിന്നെ ആയിട്ട് വന്നതാണ്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് അതിൻ്റെ ഉള്ള ഒരു ചെറിയ പിന്നെ അവർ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു ഇൻഫോസിസിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഇൻഫോസിസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ എക്സൈറ്റ്മെന്റിലാണ്. നാളെ സാറ്റർഡേ അവരൊരു സ്റ്റെല്ല സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഇൻഫോസിസിലെ എല്ലാ എംപ്ലോയീസിനും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ കൂട്ടിയിട്ട് ഇൻഫോസിസ് കാണിക്കാൻ വേണ്ടിയിട്ട് വരാൻ ഇല്ല ഒരു ദിവസം. അതിൻ്റെ കസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഉണ്ട്. അപ്പോൾ അവനറിയാം, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടെന്ന്. കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നാളെയാണ്. നാളെ ദേവു ഉണ്ടാവില്ല. ദേവുവിന് സ്പോർട്സ് ആണ് സ്കൂളിൽ. അപ്പോൾ ഞാനുണ്ട്, പിന്നെ കസിനുണ്ട്, സിസ്റ്ററുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇൻഫോസിസ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇൻഫോസിസ് കാണാം. ഇനി ഇൻഫോസിസിൻ്റെതായ ഒരു വ്ളോഗാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇൻഫോസിസ് കാണാൻ പോവാം. ഓക്കെ, നാളെയാണ്. അപ്പം നമ്മൾ നേരെ നാളെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നു, നിങ്ങളെ ഇൻഫോസിസ് കാണിക്കുന്നു. ഓക്കെ ബൈ. ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ നമ്മൾ ഇൻഫോസിസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റിൽ പോവാണ്. ഇത് ഇൻഫോസിസിൻ്റെ ഗേറ്റാണ്. കുറച്ച് മുന്നിൽ ഇവർ പാർക്കിങ്ങും എല്ലാം ഇതിൻ്റെ മുന്നിലത്തെ സ്ഥലത്താണ് ഉള്ളത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇവർ ലെഫ്റ്റിൽ പോയാലാണ് പാർക്കിങ്. അതിൻ്റെ അപ്പുറത്തും പാർക്കിംഗ് തന്നെ. ബസ്സിലൊക്കെ ഇൻഫോസിസിൻ്റെ ബസ്സുകളൊക്കെ എംപ്ലോയീസിനൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ നെക്സ്റ്റ് ഗേറ്റിലാണ് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുന്നത്. ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്ന്. ശരിക്കും ഇൻഫോസിസിൽ ജോലി തന്നെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ എലിജിബിലിറ്റിയോ കാര്യമോ ഉണ്ടോയെന്നില്ലല്ലോ. ഒരാഗ്രഹിക്കുന്നതിന് എന്താ, അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും. അപ്പോൾ ഏതായാലും ജോലിയൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമ്മൾ ഇൻഫോസിസിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഇൻഫോസിസിൻ്റെ ഉള്ളിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു.
ഓക്കേ, ഇത് പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെയാണ് ഇൻഫോസിസിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇവിടെ ഒരു എൻട്രി ഇതുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇത് പിന്നെ വിഷ്ണു ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താണ്. ഓഫ്ലൈനിൽ വന്നിട്ട് കിച്ചുവിന് ടാഗ് കിട്ടിയോ? ആ, എല്ലാവരും കയ്യിൽ കെട്ടണം ടാഗ്. എല്ലാവരും ഇൻഫോസിസിലെടുത്ത്. അങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ, കുറേ കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ കുറേ ഇതേപോലെ തന്നെ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ കണ്ട ഒരു സൈക്കിള്, എൻ്റെ മുകളിൽ ഒരാൾ, നമ്മൾ കുറേ യൂട്യൂബിലും ചാനലിലും കണ്ട് ഇങ്ങനത്തെ ആ സൈക്കിള് പിടിച്ചിട്ട് ഒരാളിരിക്കുന്നത്. അടിപൊളിയല്ലേ? മോശമില്ലല്ലോ, സൂപ്പർ. എൻ്റെ തലയൊക്കെ നോക്കിക്കേ. ഈ ബിൽഡിംഗ് ആണ് മൊത്തം പാർക്കിംഗ് ആണ്. ഇൻഫോസിസിൻ്റെ എംപ്ലോയീസിനൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങാണ്. നമ്മളെ വണ്ടിയും ഇപ്പം അതിൽ വെച്ചിട്ടായില്ല. അപ്പോൾ ഇതും പിക്ക് ആൻഡ് ഡ്രോപ്പ് ഏരിയ ആണ് നമ്മളിപ്പം നിൽക്കുന്നത്. പെട്ടെന്ന് ഷോപ്പിംഗ് മാളിലെല്ലാം എത്തിയ പോലെ ഇല്ലേ? ഷോപ്പിംഗ് മാളിലല്ല, ഇൻഫോസിസിൻ്റെ ഉള്ളിൽ നമ്മളിത് എൻട്രൻസിൽ ജസ്റ്റ് താഴേക്ക് ഇറങ്ങാണ്. എന്താ ഗ്രീനറി നോക്കിയ ഇൻഫോസിസിന്റെ ഉള്ളില്, അടിപൊളി. കിച്ചു എവിടെയാ വന്നേ? പാർക്കിലാ? ഇൻഫോസിസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കിടിലം ലാൻഡ്സ്കേപ്പാണ്. ബിൽഡിങ് കുറച്ചായിട്ടേ കാണുന്നുള്ളൂ. ഓപ്പൺ സ്പേസാണ് കൂടുതലും. അതിൻ്റെതായ മരങ്ങളും നല്ല ഓക്സിജനും എല്ലാം കിട്ടും ഇവിടെ. അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഏതായാലും നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ലൊക്കേഷൻ അടിപൊളിയാണ്, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഇവിടുന്ന്. നല്ല റോഡും ആ സൈഡിലെ മരങ്ങളും. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി വ്യൂ. ഇതിലിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തില്ലേ ഇവിടെ? കണ്ടാലും വല്ല ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ വല്ല തടാകത്തിൻ്റെ സൈഡ് പോലെയുണ്ട്. എങ്ങനെയാക്കി ഇതിലെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നറിയില്ല. പക്ഷേ എങ്കിൽ അടിപൊളി സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ലേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ, ഒരു ചെറിയൊരു ലേക്ക്, അതിൻ്റെ ഉള്ളിൽ ഒരു ഫൗണ്ടെയിനും. നല്ല സൂപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നടന്ന് ഇൻഫോസിസിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഈ പ്രൈം ലൊക്കേഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണ ഇൻഫോസിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിൽ വരുന്നത് ആ പുറമേലെ ഗ്ലാസ് ബിൽഡിങ്ങും അതിൻ്റെ അടുത്തൊരു വലിയ റൗണ്ടുമാണ്. ആ റൗണ്ടാണ് ഇതാ അവിടെ കാണുന്നത്, കണ്ടോ? ഇത് ഉള്ളിൽ നിന്നുള്ള വ്യൂ. പക്ഷെ നമ്മൾക്കറിയാവുന്നത് പുറമേ നിന്നുള്ള വ്യൂ മാത്രമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇൻഫോസിസിൽ ഇതുവരെ കയറാത്ത ആൾക്കാരുണ്ടല്ലോ എന്നെ പോലെ. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ രസം നോക്കിക്കേ. പിന്നെ നമ്മളെ ആംബി തിയേറ്ററൊക്കെ പോലെ ഒരു വലിയൊരു ഏരിയയും അതിലൊരു ഫൗണ്ടെയിൻ ഉണ്ട്. ആ സെൻറ്ററിൽ അത് ഫൗണ്ടെയിനാണ് ശരിക്കും, വാട്ടർ ഫൗണ്ടെയിൻ. അങ്ങനെ ഇതൊരു അടിപൊളി വാട്ടർ ഫൗണ്ടെയിൻ. താജ്മഹലിലും പോയ പോലെ ഉണ്ടല്ലേ. ഇതല്ലേ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മളെ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ പോലില്ലേ, ഏകദേശം അങ്ങനെയാണ്. വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീൻ എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല, പിന്നെ തിരിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഫോസിസിൻ്റെ പ്രൈം പോയിൻ്റായ ഇത് കണ്ട, ഇത് ഇവരിവിടെ വിളിക്കുന്നത് വാഷിംഗ് മെഷീൻ ഏരിയ എന്നാണ്. നമ്മളെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ സ്റ്റൈലുള്ളതുകൊണ്ട് ഇൻഫിക്കാർ ഇതിനെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഏരിയ എന്നാണ് പറയല്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. അങ്ങനെ ഇൻഫിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് നല്ല വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.